അസ്സലാമലൈക്കും. അപ്പോൾ ഞാൻ ബാക്ക് ടു സ്കൂളിൽ സംഭവം ചെയ്യാൻ പോകണേണ്. അപ്പോൾ ഞാൻ റെഡി ആയിട്ടുണ്ട്. എൻ്റെ ഒപ്പം എൻ്റെ 2 അനിയത്തിമാർ സനായും ഫൈഹായും വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ പോകാൻ പോകുന്നത് ഫോറം മാളിലാണ്. ഫസ്റ്റ് ഞാൻ സ്കൂൾ മാറ്റം എന്ന് പറഞ്ഞൊരു സംഭവം എടുത്താൽ പോകാൻ നിന്നയിച്ചത്. പക്ഷേ അത് ഇത്തിരി കുറച്ചും കൂടി ദൂരമുണ്ട്. പിന്നെ 2 ബസ് കയറി ഇറങ്ങി പോകണം. അപ്പോൾ പറഞ്ഞ എക്സാം ആയതുകൊണ്ട് അത്ര ദൂരത്തൊന്നും പോകണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ഫോറം മാളിലാണ് പോണത്. ഞങ്ങളുടെ വീട്ടിൽ നിന്ന് പറയുമ്പോൾ ഒരു 15 മിനിറ്റ് ഫോറം മാളിലോട്ടേക്കുള്ളൂ. അപ്പോൾ നമ്മൾ എന്തായാലും സ്ഥലം എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ നേരെ സ്റ്റേഷനറി പോകുന്നതിന് മുമ്പ് അവിടെ സൈഡിൽ ഹോം സെൻട്രിക് എന്ന് പറഞ്ഞൊരു സംഭവം കണ്ടു. അവിടെ കുറേ എസ്തെറ്റിക് സാധനങ്ങൾ കണ്ടപ്പോൾ ഞാൻ നേരെ അങ്ങോട്ട് കയറി. നല്ല അടിപൊളി സ്റ്റോറേജും കാര്യങ്ങളൊക്കെ ഉണ്ട്. എനിക്കിതെല്ലാം വാങ്ങിക്കാൻ ഉണ്ട്. കാരണം അത്ര കൊതിയാണ് എനിക്ക് എൻ്റെ റൂമിലൊക്കെ ഡെക്കറേറ്റ് ചെയ്ത് വെക്കാനൊക്കെ തോന്നി. പക്ഷെ നമ്മൾ വന്ന് അതിനല്ലല്ലോ. അതുകൊണ്ട് ഇപ്പോൾ വാങ്ങിക്കാനുള്ള വാപ്പാടൊക്കെ ഇപ്പോൾ വന്നിട്ട് വാങ്ങിക്കാമെന്ന് കരുതി. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ലുലുവിൽ പോയി. ലുലുവിൽ വീഡിയോ അലോഡ് അല്ലാത്തതുകൊണ്ട് അവിടെ വാങ്ങിച്ചെന്നാൽ ഞാൻ പിന്നെ കാണിച്ചു തരാം. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ മിനിസൂലാണ് കയറിയത്. സംഭവം നല്ല ക്യൂട്ടായിട്ടുള്ള സാധനങ്ങളാണ് കേട്ടോ. നല്ല രസമാണ് ഓരോന്ന് കാണാൻ. പക്ഷേ അത്യാവശ്യം റേറ്റൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും അതിന്ന് വാങ്ങിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കാൻ പോകണതാണ്. ഭക്ഷണം ജസ്റ്റ് സ്നാക്സ് മാത്രം നമ്മൾ ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പോൾ മൊമോസ് വാങ്ങിച്ചു. ഇതെൻ്റെ ഫസ്റ്റ് ടൈമാണ് മൊമോസ് തിന്നുന്നത്. വെജ് മൊമോസാണ്. നല്ല രസമുണ്ട്. ഞാൻ ആദ്യം കഴിച്ചതിൻ്റെ കോണിൻ്റെ ഒക്കെ ഉണ്ടായിരുന്നു, ക്യാബേജൊക്കെ ഉണ്ടായിരുന്നു. നല്ല രസമുണ്ടായി. അത് കഴിഞ്ഞ് നമ്മൾ ഡെസേർട്ട് വാങ്ങിച്ചു. എന്തിനാണെന്നറിയില്ല, അവരെനിക്ക് 2 സ്പൂണൊക്കെ തന്നിട്ടുണ്ട്. കുത്തിപ്പിടിച്ച് കഴിക്കാനായിരിക്കാം. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ മാക്സിൽ കയറി. ഞങ്ങൾ മാക്സിൽ കയറിയപ്പോൾ ഫൈഹ വിചാരിച്ചു ഫൈഹാക്ക് ഉടുപ്പെടുക്കാമെന്ന് കരുതി ഭയങ്കര സന്തോഷത്തിൽ നിന്നയിച്ചതാണ്. അപ്പോൾ മാക്സിന് ഒന്നും വാങ്ങിക്കാത്ത ഇറങ്ങി ഫൈഹ ഭയങ്കര അന്തം വിട്ട് നിന്നു. പിന്നെ തൊട്ടടുത്ത് തന്നെ കളിക്കുന്ന സ്ഥലമുണ്ട്. അവിടെ ചെന്ന് എൻ്റെ അവിടെ ഇവിടെയൊക്കെ തൊട്ടും കളിച്ചൊക്കെ നിന്നു. എന്നിട്ട് നമ്മൾ തിരിച്ച് പോകാൻ പോകണേണ്. സംഭവങ്ങളൊക്കെ ആവശ്യമുള്ളതൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. എന്തായാലും നമ്മൾ നല്ല രസമുണ്ടായി. കാരണം എക്സാമൊക്കെ ആയതുകൊണ്ട് ഞാൻ അങ്ങനെ വീണ്ടും പുറത്തോട്ടൊന്നും അങ്ങനെ ഇറങ്ങാറില്ല. അപ്പോൾ അനിയത്തിമാരൊക്കെ ഇപ്പോൾ ഇങ്ങനെ വന്നിട്ട് നല്ല ഒരു എന്താ പറയുക, ഒരു റിലാക്സേഷൻ ഉണ്ട്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് വീട്ടിലോട്ടേക്ക് പോവാണ്. അപ്പോൾ വീട്ടിൽ ചെന്നിട്ട് ഞങ്ങൾ വാങ്ങിച്ച സാധനങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ആദ്യം ഞാൻ ഇന്ന് പോയ വാങ്ങിച്ച സാധനങ്ങളല്ലാതെ കഴിഞ്ഞ ദിവസം പാപ്പ കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ബാക്ക് ടു സ്കൂളിന് വേണ്ടി തന്നെ. അപ്പോൾ അതാണ് ഞാൻ ഇപ്പോൾ കാണിക്കാൻ പോകുന്നത്. മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചതാണ്. അപ്പോൾ ഫസ്റ്റ് 3 വരയിട്ട നോട്ട്. ഇവിടെ വരയില്ലാത്ത നോട്ടാണ് കൂടുതൽ ഉപയോഗിക്കണം. അപ്പോൾ ജസ്റ്റ് ഫൈഹാക്ക് വേണ്ടി 3 വരയിട്ട നോട്ട് ജസ്റ്റ് വാങ്ങിച്ചെന്നുള്ളൂ. പിന്നെ ഉള്ളത് ക്ലാസ്മേറ്റിൻ്റെ വരയില്ലാത്ത മീഡിയം സൈസ് ബുക്കാണ് കേട്ടോ. ഇതിൻ്റെ 2 പാക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതിൽ ഒരെണ്ണം ഇന്നലെ തന്നെ പൊട്ടിച്ച്, കാരണം സനാക്ക് നീറ്റിനൊക്കെ വേണ്ട ബുക്ക് എടുക്കേണ്ടതുകൊണ്ട് ഒരു പാക്കറ്റ് ഇന്നലെ തന്നെ അങ്ങ് പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഉള്ളതാണ് ഫയൽ. ഇങ്ങനത്തെ 2 ഫയൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് ഒരെണ്ണം, സനാക്ക് ഒരെണ്ണം എന്നുള്ള രീതിക്ക് 2 ഫയൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇതിലിപ്പോൾ എൻ്റെ ഡോക്യുമെൻറ്റും കാര്യങ്ങളൊക്കെ വെച്ചേക്കണേന്. ഇപ്പോൾ എന്തായാലും ഈ SSLCയുടെ സർട്ടിഫിക്കറ്റ്, +1 +2 അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇതിൻ്റെ അകത്തുള്ളത്. പിന്നെ ഈ 2 സാധനം എന്ന് പറഞ്ഞാൽ എനിക്കുള്ളതല്ല. നെയിം സ്ലിപ്പും ഈ അട്ടിടുന്നതും ഞാൻ ഉപയോഗിക്കാറില്ല. ഇനി സനയത്ത് ഉപയോഗിക്കുമെന്ന് അറിയില്ല. അപ്പം മിക്കവാറും ഇത് ഫൈഹാക്ക് വേണ്ടി മാത്രമുള്ളതാണ് കേട്ടോ ഇത് 2. പിന്നെ ഉള്ളതാണ് പേനയുടെ പാക്കറ്റ്. ഡോംസ് എവറിഡേ എന്നും പറഞ്ഞിട്ടുള്ള പേനയുടെ പാക്കറ്റും വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഇത്രയാണ് വാപ്പ വാങ്ങിച്ചുകൊണ്ട് വന്നേക്കണ സെറ്റ് എന്ന് പറഞ്ഞാൽ. ഇനി ഞാൻ ഇന്ന് പോയി വാങ്ങിച്ച കാര്യങ്ങളൊക്കെ കാണിച്ചു തരാവേ. അപ്പോൾ എന്തായാലും ഈ ഞങ്ങളുടെ വീട്ടിൽ ബാഗും കാര്യങ്ങളൊക്കെ ഓൾറെഡി ഉണ്ട്. അതിന് പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നും പറ്റിയിട്ടില്ല. അപ്പോൾ ബാഗും പൗച്ച് അങ്ങനത്തെ സാധനങ്ങളൊന്നും വാങ്ങിക്കില്ല കേട്ടോ. അപ്പോൾ ഇത് ആദ്യം ഞാൻ വാങ്ങിച്ചു തരാൻ പോകുന്നത്. ഇത് മിനിസോന്ന് വാങ്ങിച്ചതാണ്. നല്ല ഒരു എസ്തെറ്റിക് സ്റ്റൈലുണ്ട്. എന്തായാലും എനിക്ക് റൂമിലോട്ടേക്കൊക്കെ എന്തായാലും ഒരു കുഞ്ഞു വേസ്റ്റ് ബിൻ വേണ്ടതാണ്. അപ്പോൾ എന്തായാലും ഞാനത് കണ്ടപ്പോൾ വാങ്ങിച്ചു. ഇത് കുറച്ച് അങ്ങനെ വല്ലാണ്ട് പ്രൈസി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. ഇതെങ്ങനെ തുറക്കണേ, തുറക്കാണെന്ന് എനിക്ക് പറ്റില്ല. എന്നിട്ട് പിന്നെ തുറന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് മിനിസോന്ന് വാങ്ങിച്ചത്. പിന്നെയും കുറേ സാധനങ്ങളൊക്കെ അവിടെ ഉണ്ട്. ലൈക്ക് ക്യൂട്ടായിട്ടുള്ള സ്റ്റിക്കി നോട്ടൊക്കെ ഉണ്ട്. പക്ഷേ എന്താ പറയുക, ഇപ്പോൾ ഒരെണ്ണത്തിന് തന്നെ ഒരു ചെറിയൊരു ഇതിന് തന്നെ 100 രൂപ അങ്ങനത്തെയൊക്കെ റേറ്റാണ് വരുന്നത്. അപ്പോൾ എനിക്കത് വാങ്ങിക്കാൻ തോന്നിയില്ല. അപ്പോൾ എന്തായാലും ഇത് മാത്രമാണ് നമ്മൾ മിനിസോന്ന് വാങ്ങിച്ചിട്ടുള്ളൂ. ഇത് 160 അങ്ങനെ 160 രൂപയുണ്ട് ഇതിന് വന്നേക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ലുലു ഫോറം മാളിലെ ലുലുവിൽ കയറി വാങ്ങിച്ച സാധനങ്ങളാണ്. ഫസ്റ്റ് തന്നെ കയറിയപ്പോൾ എൻ്റെ അനിയത്തിക്ക് ഇത് വേണമെന്ന് പറഞ്ഞു, ബാലരമ. പിന്നെ എനിക്ക് നല്ല കൊതി തോന്നി, സോ ഞാൻ വാങ്ങിച്ചു. ഇത് ബാലരമ വാങ്ങിച്ചു. ബാക്ക് ടു സ്കൂൾ ഷോപ്പിംഗ് ആണ്, ആലോചിച്ച് നോക്കണം. അത് കഴിഞ്ഞിട്ട് വലിയ സ്കെയിൽ. ഇതെനിക്ക് ഈ ക്യാഡിന് ഡ്രോയിങ് ഒക്കെ ചെയ്യുമ്പോൾ വലിയ സ്കെയിൽ ഭയങ്കര അത്യാവശ്യമാണ്. അപ്പോൾ എന്തായാലും മറക്കാതെ വാങ്ങിച്ചതാണ്.
ഞാൻ എന്തായാലും ഒരു ലിസ്റ്റ് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് 2 സാധനം ഒഴികെ ബാക്കിയെല്ലാം എനിക്കവിടെ കിട്ടിയിട്ടുണ്ട്. അതിന് അതുപോലെ തന്നെ ഈ സാധനമൊന്നും ലിസ്റ്റിൽ ഉണ്ടായിരുന്നില്ല, എക്സ്ട്രാ വാങ്ങിച്ചതാണ്. അതുപോലെ വേറൊരു സാധനമൊക്കെ ലിസ്റ്റിൽ ഇല്ലാണ്ട് കണ്ടപ്പോൾ എക്സ്ട്രാ വാങ്ങിച്ച സംഭവമുണ്ട്, അത് പിന്നെ കാണിച്ചിടാവേ. പിന്നെ പറയണത് സ്റ്റിക്കി നോട്ട്. ഇതില്ല പോയത് സ്റ്റിക്കി നോട്ട്. ഇതെന്ന് പറയുമ്പോൾ എല്ലാം ഉണ്ടെന്ന് തോന്നുന്നു. ഞാൻ ഭയങ്കര ഡെക്കറേഷനുള്ള സ്റ്റിക്കി നോട്ട് എടുക്കാറില്ല, കാരണം എനിക്ക് ഫുള്ള് എഴുത്തിനാണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ഇതാ ഇങ്ങനെ. അപ്പോൾ ആൾക്കാർ ചോദിക്കും എൻ്റെ ഓൾറെഡി ഉള്ളതല്ലേന്ന് ചോദിക്കും. പക്ഷേ ഞാൻ ഇവിടെ നന്നായിട്ട് സ്റ്റിക്കി നോട്ട് ഉപയോഗിക്കാറുണ്ട്. എൻ്റെ സ്റ്റിക്കി നോട്ടൊക്കെ ചടപെടാന്ന് തീർന്നു പോണത്. അല്ല, ഇത് മറ്റേ സാധനമാണ്, നമ്മളിങ്ങനെ ഒട്ടിച്ച് വെക്കൂലേ, ഇന്ന അടയാളമൊക്കെ വെക്കണത്, അതാണ് ഈ സാധനം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ആ ഒരു സെറ്റ് എന്ന് പറയുന്നത്. പിന്നെ ഉള്ളത് ഇതും 5 ഹാക്ക് വേണമെന്ന് പറഞ്ഞപ്പോൾ വാങ്ങിച്ചതാണ്, പെയിൻറ്റ് ബ്രഷ്. ഞാൻ പെയിൻറ്റ് അടിക്കും, പക്ഷെ ഇപ്പോൾ കുറവാണ്, അപ്പോൾ ഞാനിത് ഉപയോഗിക്കുമെന്ന് എനിക്കറിയില്ല. പിന്നെ ഉള്ളത് ഇതാ ഒരു മിനി കട്ടർ. അത് ഞാൻ അവിടെ പൊട്ടിച്ച് നോക്കാൻ പറ്റിയില്ല, ഒന്നും പറ്റിയില്ല, പേടിച്ചു ഞാൻ. ഇതാ ഉണ്ടോ, ഒന്നും പറ്റിയില്ല, ഞാൻ വെച്ച് പൊട്ടിപ്പോയിട്ടുണ്ടാവുന്നു. ഇതാ കട്ടർ. ഇത് അത്ര അത്യാവശ്യമുള്ള സാധനമാണ് എനിക്ക്, അപ്പോൾ എന്തായാലും വാങ്ങിച്ചു. പിന്നെ പറയുകയാണെങ്കിൽ മിനി സ്റ്റാപ്ലർ, കാരണം ഈ അസൈൻമെൻറ്റൊക്കെ വന്നിട്ട് സാധനം ക്ലാസ് ഇരുന്ന് എഴുതി നടക്കാറുള്ളൂ, അപ്പോൾ സ്റ്റാപ്ലർ കിട്ടാണ്ട് ഞാൻ നെറ്റോട്ട് വിടാറുണ്ട്. അപ്പോൾ എന്തായാലും പൗച്ചിലൊക്കെ വെക്കാൻ വേണ്ടി മിനി സ്റ്റാപ്ലർ വാങ്ങിച്ചു. അതിൻ്റെ ഞാൻ വൈറ്റ് എടുത്തത്. എൻ്റെ വീഡിയോ കാണുന്നവർക്ക് അറിയാം എനിക്ക് ഇങ്ങനത്തെ ലൈറ്റ് കളറൊക്കെ ഇഷ്ടമെന്ന്, ഞാൻ വൈറ്റ് തന്നെ എടുത്തു. പിന്നെ ഉള്ളത് ഗ്ലൂ, ക്യാമലിൻ്റെ വൈറ്റ് ഗ്ലൂ ആണ്. പിന്നെ ഈ 3 സാധനം ഞാൻ വാങ്ങിച്ചപ്പോൾ തന്നെ അങ്ങ് പൊട്ടിച്ചിട്ടാ, കാരണം ഞാനിത് കുറേ നാളായിട്ട് വാങ്ങിക്കണമെന്ന് കരുതി വാങ്ങിച്ചതാണ്. അപ്പോൾ അതിന് വന്നപ്പോൾ തന്നെ അങ്ങ് പൊട്ടിച്ചും ജസ്റ്റ് ഒന്ന് വരുന്ന എഴുതി നോക്കി. ഇത് വൈറ്റ് പെൻസിലാണ്, കൂടുതലും ഡ്രോയിങ്സിന് വേണ്ടി എടുക്കാറ്. അപ്പോൾ എനിക്ക് കുറേ നാളിങ്ങനെ നമ്മൾ റീലിലൊക്കെ കാണുമല്ലോ ഓരോരുത്തർ ഇതൊക്കെ കൊണ്ട് ഇങ്ങനെ ഷെയ്ഡ് ചെയ്യണതൊക്കെ, അപ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായത് വാങ്ങിക്കണം. അപ്പോൾ ഇതിപ്പോൾ ഞാൻ കണ്ടപ്പോൾ എന്തായാലും വാങ്ങിച്ചു. ഇതും ലിസ്റ്റിലില്ലാത്തൊരു സാധനമായിരുന്നു കേട്ടോ. പിന്നെ പറയുകയാണെങ്കിൽ ഒരു സാധാ റെഗുലർ സ്കെയിൽ, സാധാ സൈസിൻ്റെ ഒരു സ്കെയിലുണ്ട്. പിന്നെ ഇതും സ്റ്റിക്കി നോട്ടല്ല, ഇതും മറ്റേ അടയാളപ്പെടുത്തണതാണ്. ഈ ബുക്കിലൊക്കെ നമ്മൾ അടയാളമൊക്കെ വെക്കില്ലേ, ആ സാധനമാണ് ഇതും നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട് കണ്ടോ. കാരണം ഇതൊക്കെ എനിക്ക് ഭയങ്കര അത്യാവശ്യം വരാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടെന്ന് പറഞ്ഞാൽ ഞാൻ ഇതൊക്കെ നന്നായിട്ട് ഉപയോഗിക്കുന്നതാണ്. ഇതൊക്കെ കുറേയൊക്കെ റീയൂസും ചെയ്യാറുണ്ട് കേട്ടോ. പിന്നെ ഒരു സെലോ ടേപ്പ്, സാധാ ഒരു സെലോ ടേപ്പ്, വലുതൊന്നും ഞാൻ വാങ്ങിച്ചില്ല, ചെറുതന്നെ വാങ്ങിച്ചു. പിന്നെയുള്ള ഒരു സാധനം, അപ്പോൾ ഇത് ഇത്രയാണ് ലുലു മാളിൽ നമ്മൾ വാങ്ങിച്ചേക്കണത്. ഇനി ഉള്ളത് ഞാൻ അവിടെ കയറിയപ്പോൾ തന്നെ ഒരു നല്ല ഭംഗിയുള്ള സ്ഥലം കണ്ടു, എസ്തെറ്റിക് സാധനങ്ങൾ കണ്ടെന്ന് പറഞ്ഞാൽ ഒരിടത്ത് കയറിയില്ലേ, ഹോം സെൻട്രിക് എന്ന് പറഞ്ഞത്, അപ്പോൾ അവിടെ നിന്ന് വാങ്ങിച്ചതാണ്. ഇതെന്ന് പറയണത്, ഇത് ക്യാൻഡിൽസാണ്. ഇതും എൻ്റെ ലിസ്റ്റിൽ ഉണ്ടായിരുന്നില്ല. ഇത് ഞാൻ കുറേ നാളായി എനിക്ക് വാങ്ങിക്കണം എന്നിട്ട് മറ്റേ ഇങ്ങനെ സെൻറ്റ് ഇടില്ല, നല്ല മണം വരണ, അതാണ് കേട്ടോ. അപ്പോൾ എനിക്കിത് ഓക്കെ. 10 സെറ്റാണ് കേട്ടോ, നല്ല മണമുണ്ട് കണ്ടാ. 10 സെറ്റാണ് ക്യാൻഡിലിൻ്റെ. ഞാൻ മിക്സ്ഡ് വാങ്ങിക്കാമെന്ന് കരുതി, പക്ഷേ അവിടെ മിക്സ്ഡ് ഇല്ല, അപ്പോൾ ഞാൻ ഇതാ വാങ്ങിച്ചതാണ് ഒരെണ്ണെന്ന് പറയണത് കണ്ടോ, നല്ലതായിരിക്കും. ഓക്കെ, അപ്പോൾ സംഭവം ഇത്രയൊക്കെ ഉള്ളൂ, ഇത്രയും കാര്യങ്ങളാണ് വാങ്ങിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ എല്ലാവരും പറയാൻ പറ്റാൻ രീതിയിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നമ്മൾ നേരത്തെ കമൻറ്റ് പോസ്റ്റിൽ ഞാൻ ബാക്ക് ടു സ്കൂൾ ഷോപ്പിംഗ് വേണോ, അത് എക്സാം ബ്ലോഗ് വേണോ എന്ന് ചോദിച്ചപ്പോൾ ഒരുപാട് എക്സാം ബ്ലോഗ് കണ്ടിട്ടുണ്ട്. അവർക്ക് ഉടനെ തന്നെ എക്സാം ബ്ലോഗ് ഇടുകയും ചെയ്യും. അപ്പോൾ ഇത്രയ്ക്കുള്ള വീഡിയോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക, പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലത്തെ എല്ലാ വീഡിയോസും കുറേ വീഡിയോസ് ആയിട്ട് പോകുന്നതാണ്. അപ്പോൾ എന്തായാലും ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്തിരിക്കണം നിങ്ങൾ. ഓക്കെ, പിന്നെ ഉള്ള കാര്യം വെച്ചാൽ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഇങ്ങനെ വീഡിയോ ചെയ്യണമെങ്കിൽ ഞാൻ എന്തെങ്കിലും ഇമ്പ്രൂവ്മെന്റ് ചെയ്യണം നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ അതും നിങ്ങൾ കമന്റ് ആയിട്ട് ഇട്ടേക്കണം കേട്ടോ. ഓക്കെ, പിന്നെ എൻ്റെ രീതിക്ക് നോട്ട്സ് ഒക്കെ വേണമെന്നുള്ളവരാണെങ്കിൽ യൂട്യൂബിൽ കമന്റ് ഇടാതെ ഇൻസ്റ്റയിൽ കമന്റ് വന്നാൽ എനിക്ക് അയക്കാൻ പറ്റുന്നതാണെങ്കിൽ അയക്കും. ഓക്കെ, അപ്പോൾ അത്രയ്ക്കുള്ള ഇന്നത്തെ വീഡിയോ. അടുത്ത വീഡിയോ കാണുന്നത്. ബൈ ബൈ.
പിന്നെ നിങ്ങളോട് ഒരു കാര്യം കൂടി ഞാൻ പറയാൻ മറന്നു. ഈ സംഭവം എന്താണെന്ന് വെച്ചാൽ എനിക്ക് അവിടെ പോയിട്ട് കിട്ടാത്ത 2 സാധനം ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അത് ഒരെണ്ണം ട്രാൻസ്പെറൻറ്റ് കീബോർഡ് അല്ല, എക്സാം പാഡാണ്. എക്സാമിൽ എഴുതുന്ന ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള കാർഡ്ബോർഡ് ഇല്ലേ, അതാണ് കേട്ടോ. അതവിടെ തീർന്നു പറഞ്ഞു. പിന്നെ അതുപോലെ തന്നെ എനിക്ക് റിംഗ് ബൈൻഡർ ഉണ്ട്, അതും വാങ്ങിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷെ അതും അവിടെ തീർന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് രണ്ടും എനിക്ക് കിട്ടിയില്ല. പിന്നെ ഞാൻ ബാക്കി കുറച്ച് ഇതൊക്കെ ഉണ്ടെന്നാണെങ്കിൽ, ടൈമൊക്കെ ഉണ്ടെന്നാണെങ്കിൽ ടോട്ട് ബാഗ് വാങ്ങിക്കാൻ കരുതി. പക്ഷേ 2-3 കടയിൽ കയറിയിട്ട് എനിക്ക് പാകത്തിനുള്ള ടോട്ട് ബാഗ് കിട്ടിയില്ല. ഇത്ര സാധനങ്ങളാണ് എനിക്ക് കിട്ടാതായത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ ആ വീഡിയോ എന്ന് പറഞ്ഞാൽ. നേരത്തെ പറഞ്ഞ പോലെ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.